യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും ചരക്കുനീക്കം സുഗമമാക്കാനും ലക്ഷ്യമിടുന്ന ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ചർച്ച. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കൊറിഡോർ അഥവാ ഐമെക് ഇടനാഴി. ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ നൽകാൻ ഇറ്റലി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ ധീരമായ നിലപാടുകൾ എടുക്കുന്നതിൽ മോദിക്ക് ഏറെ അടുപ്പമുള്ള ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി ഐമെക് ഇടനാഴി യാഥാർത്ഥ്യമാക്കാൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമേരിക്കയുമായി നിലനിൽക്കുന്ന ചില വ്യാപാര അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഇടനാഴിയുടെ പ്രാധാന്യം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. സൂയസ് കനാൽ ഒഴിവാക്കി യൂറോപ്പിലേക്ക് ചരക്കെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ബദൽ പാതയാണ് ഐമെക്. ഇന്ത്യയിൽ നിന്നും UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ വഴി ഇറ്റലിയിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും ചരക്കെത്തിക്കുന്ന ഒരു പുതിയ വിതരണ ശൃംഖലയാണിത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള കച്ചവട ബന്ധത്തിൽ ഇന്ത്യക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഐമെക് ഇടനാഴിക്ക് വലിയ പങ്ക് വഹിക്കാനാകും. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലാണ് ഐമെക് ഇടനാഴി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. സൂയസ് കനാലിലെ യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കി ചരക്ക് നീക്കം വേഗത്തിലാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം.